ഇന്ന് വൈകുന്നേരം ഖാദർ കരിപ്പൊടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തപ്പോഴാണ് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കേസ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ആ ടൈമിൽ തന്നെയാണ് അത് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ബ്രേക്ക് ചെയ്തത്. മദ്യപിച്ച് വണ്ടി ഓടിച്ച ഹെലൻ ഓഫ് സ്പാർട്ടയെ ചേസ് ചെയ്ത് പോലീസ് പിടിച്ച് വണ്ടിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെയായിരുന്നു ഇവിടെ പുറത്ത് വന്നിരുന്ന പല ചാനലുകളുടെയും വേർഷൻ. സോ ഞാൻ ഹെലനായിട്ട് നല്ല ക്ലോസ് ആണ്. ഞാൻ അപ്പം തന്നെ ഡൂഡിനെ വിളിച്ച് എന്താ വിഷയം എന്ന് വെച്ചപ്പോൾ ഡൂഡ് പൊരിഞ്ഞ ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പത്തൊരു പൊരിഞ്ഞ ചിരിയായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, 2 ദിവസം മുന്നേ നടന്ന സംഭവമാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നാട്ടിൽ നോർമലായിട്ടുള്ള ആരെങ്കിലും 2 മങ്കൂറിനെ അടിച്ച് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പെറ്റി കേസിൽ തീരേണ്ട വിഷയം, ഇത്രയും ന്യൂസ് വാല്യൂ ഒന്നും അതിന് വരില്ല. ബട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ കോണ്ടൻറ് ക്രിയേറ്ററാണ്, നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റീനോട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് സാഹചര്യങ്ങളാണ് ലൈഫിൽ. ഇതൊക്കെ ഹെലനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹെലൻ അത് ഇന്ന് വീഡിയോനകത്തും വന്ന് പറഞ്ഞു, അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, പറ്റിപ്പോയി, ഇനി ചെയ്യില്ല. കാരണം ഹെലനൊക്കെ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഫിഗറാണ്. ഓക്കെ, അങ്ങനത്തെ ഒരാളിൽ നിന്ന് മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫൈൻ, മദ്യപാനം ഈസ് പേഴ്സണലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാൻ അത് ശരിയല്ല എന്നുള്ളൊരൊറ്റ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം ലൈഫിൽ ഇന്നേ വരെ ഒരു സാധനം ഉപയോഗിക്കാത്തൊരു മനുഷ്യനായി. സോ ഉപയോഗിക്കുന്നവർ അവരുടെ പേഴ്സണൽ ഇതിൽ ഉപയോഗിക്കുക, പക്ഷെ മാക്സിമം ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സോ അത് ഹെലൻ്റെ പേഴ്സണൽ കാര്യമാണ്, മദ്യം ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെയുള്ളത്. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിയമം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ അനുസരിക്കണം. അപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള, ഒരിക്കലും മാതൃകാപരമായിട്ട് നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ ഫിഗറായിട്ട് പുറത്ത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനും ചെയ്യാനും പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്നുള്ളത് വലിയ തെറ്റാണ്. അതിന് എന്താണെങ്കിലും ഇനി ഈ തെറ്റ് ആവർത്തിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹെലൻ്റെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഇന്ന് ഖാദർ കരിപ്പൊടി സീനിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്ക് ചാകര കിട്ടിയ പോലെയാണ്. അവർ നേരെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ സാധനം എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. അതായത് ഇതൊരു ഇരുതല വോളാണ്, മനസ്സിലായോ? ഒരു നല്ല രീതിയിൽ ഫെയിമായി, ഇപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ കുറേ എന്തൊരു ഇൻ്റർനാഷണലി ഒരു റെക്കഗ്നിഷൻ കിട്ടി, അവരൊരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കും. ഇതുപോലെ എന്തെങ്കിലും ഒരു കേസിൽ പെട്ട ഒരാളെയും ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കും. നല്ല ഇത് കിട്ടിയ ആളെ ഹീ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാണ്ട് കൊട്ടിഘോഷിച്ച് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഈസ് എൻ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയും. ഇപ്പുറത്ത് ഇതുപോലെ കേസിൽ പെട്ട ഒരാളെ ഇതാണ് എൻ്റെ ഇൻഫ്ലുവൻസ്, ഇതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ, അപ്പോൾ എല്ലാവരെയും പറയും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മൊത്തം അങ്ങോട്ട് പറയും. അതെന്ത് പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഒരു പ്രത്യേകതരം സന്തോഷമാണെന്ന് ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടത്. ഭയങ്കര ഭീകരമായിട്ട് എന്തോ വലിയ കൊടും പാതകം പോലെയായിട്ടൊക്കെയാണ്. അതായത് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത്, മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റാണ്, പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റുകൾ കാണിച്ച ആളുകളുടെ ഫോട്ടോസൊക്കെ വെച്ച് തമ്മിൽ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അത്രയ്ക്ക് തന്നെ ഹെലൻ്റെ ഫേസും ഇതൊക്കെ വെച്ചിട്ട് ഇവന്മാർ ഫോട്ടോ ബാനേഴ്സ് എല്ലാം അടിച്ചു വിട്ടു. ഓക്കെ, അപ്പോൾ ഒരു ന്യൂസ്, ഒറ്റ ന്യൂസ്, നമുക്ക് ഏഷ്യാനെറ്റിൽ വന്നൊരു ന്യൂസ് മാത്രം ഒന്ന് പ്ലേ ചെയ്തിട്ട് ബാക്കി നമുക്ക് പൊന്നു സഖി നോക്കാം, പിന്നെ അതിനുശേഷം ഹെലൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്, ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അല്ല, പോലീസുകാർക്ക് തലവേദനയോ മൂക്കുവേദനയോ കാലുവേദനയോ കൈവേദനയോ എന്തോ ആയിക്കോട്ടെ, പോലീസുകാരെ കൊണ്ടുള്ള നാട്ടുകാരുടെ തലവേദന എന്താണെന്നുള്ളത് മാഡം കവർ ചെയ്തു. നിങ്ങൾ കവർ ചെയ്തൊരു ന്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് കവർ ചെയ്തത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോർച്ചുഗൽ, നമ്മുടെ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെയൊക്കെ ഫോട്ടോ, പോർച്ചുഗലിൻ്റെയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കാറിൽ കേരളം മൊത്തം കറങ്ങി ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കണ്ട് ഈ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ, കാസർഗോഡ് നിന്ന് ഒരു കൂട്ടം പയ്യന്മാർ പോയിട്ട് ലാസ്റ്റ് കാസർഗോഡ് എത്തിയ സമയത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടി കയറ്റി, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കി ടേമാന്മാർ മൂന്തടിച്ച് പൊട്ടിച്ചൊരു സീനുണ്ടായിരുന്നു ഒരു ചെക്കൻ്റെ. ഓക്കെ, ആ ചെക്കൻ ഇന്നും അകത്താണ്, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അതിൽ പോലീസുകാർ നാട്ടുകാരൻ്റെ ദേഹത്ത് കാണിക്കുന്ന തലവേദന, നിങ്ങൾ പറഞ്ഞത് കാർ റേസിന് വേണ്ടി
കാറ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ട് കയറ്റിയെന്നാണ്. അപ്പം നിങ്ങളും പോലീസുകാരും പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു തലവേദനയ്ക്ക് ജനങ്ങൾ എവിടെ പോയിട്ട് പറയും? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് തെറ്റാണ് ചെയ്തത്. പക്ഷെ അത് വിചാരിച്ചിട്ട് യൂട്യൂബർമാരുണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി നിങ്ങൾ ആ തൊഴുത്തിലാണ് കൊണ്ടുപോയി കെട്ടല്ലേ. അപ്പം നിങ്ങളുടെ പ്രൊഫഷനകത്തും ചിലരുണ്ടാക്കുന്ന പരിപാടികൾ, ചിലരുണ്ടാക്കുന്ന വൃത്തികേടുകൾക്ക് എല്ലാ ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളാറില്ലേ? അതുപോലെ തന്നെയുള്ളൂ. ഓക്കെ, പിന്നെ പോലീസുകാരാകുമ്പോൾ ഈ തലവേദനയൊക്കെ എടുക്കണം. ആ ജോബിൻ്റെ ഒരു ഇതങ്ങനെയാണ്, സ്ട്രക്ചർ അങ്ങനെയാണ്. എല്ലാ വള്ളി, എല്ലാ തലവേദനയും അവരുടെ തലയിലെത്തും. അതാണ് അവരുടെ ജോബ്. അത് അറിഞ്ഞുകൊണ്ടാണല്ലോ പോലീസ് കയറുന്നത്. അങ്ങനെ ഒരു ആക്കലും ഉണ്ടാക്കിയപ്പോഴേ അത് രണ്ട് പറയണം തോന്നി. അതുതന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകളുണ്ടായിരിക്കും എന്നറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്, വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളൂ. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66-ൽ അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66-ൽ നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒട്ടുമിക്ക എല്ലാ ന്യൂസിലും വന്നത്. ഓക്കെ, പോലീസുകാർ എന്തുകൊണ്ട് ന്യൂസ് ചാനൽസ് വിളിക്കുമ്പോൾ ഒരു രീതിയിലും പ്രതികരിച്ചില്ല? അതൊരു വലിയ സംഭവം കേട്ടോ. സാധാരണ രീതിയിൽ നമ്മളൊരു യൂട്യൂബർ അടക്കം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുന്നതാണ് പോലീസുകാർ. എന്ത് വിഷയം ഉണ്ടെങ്കിലും പറയും. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ചാനൽ വിളിച്ചിട്ട് ഇവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? സംഗതി വേറെ ഒന്നുമല്ല, ന്യൂസ് ചാനലുകൾക്ക് ഈ ന്യൂസ് കൊടുത്തത് തന്നെ പോലീസുകാരാണ്. ഈ സ്റ്റേഷൻ ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇത് കാദർ കരിപ്പൊടീൻ്റെ ആ വിഷയം നടന്ന അതേ സ്റ്റേഷനാണ്. അതൊരു കോയിൻസിഡൻസ് എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ വണ്ടിയിൽ ഈ ചെക്കനെ പിടിച്ച് പുറത്തിറക്കി പോലീസ് അടിച്ചൊരു സീനിൽ കാസർഗോഡ് പോലീസ് മൊത്തത്തിൽ ഒരുമാതിരി നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈവൻ ഹെലൻ ആണെങ്കിൽ പോലും അതിലൊക്കെ പ്രതികരിച്ചതുമാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ഇങ്ങനത്തെ ഈ ക്രൂരതകൾ അല്ലെങ്കിൽ ഈ നാട്ടുകാരോട് കാണിക്കുന്ന അട്രോസിറ്റിയൊക്കെ അഡ്രസ്സ് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് ഇതൊന്ന് കവറപ്പ് ചെയ്യണം. കാസർഗോഡ് പോലീസിന് എന്താണെങ്കിലും ഒന്ന് മുഖം മിനുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ സ്റ്റേഷൻ തന്നെയാണ് ഇതൊക്കെ പോണത്. അല്ലാതെ ന്യൂസുകാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടാൻ? ഒരു ന്യൂസ് റിപ്പോർട്ടർക്ക് ഇത് സ്റ്റേഷൻ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. അതായത് ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക 10 ആൾ അറിയുന്ന ഒരാളുടെ ന്യൂസ് ആണെങ്കിൽ ഇട്ട് തരണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഇവിടെ ടേംസ് എല്ലാ സ്റ്റേഷനും എല്ലാ ന്യൂസ് ചാനലുകളൊക്കെ തമ്മിലുള്ള പരിപാടികളാണ്. ഒരു ടൈപ്പാണത്, മനസ്സിലായോ? ആ സ്റ്റേഷനിൽ ഹെലൻ ഓഫ് സ്പാർട്ട ഫോട്ടോ വെച്ച് തമ്മിലും അടിച്ച് വിട്ട് കഴിഞ്ഞാൽ പെറ്റി കേസ് പോകേണ്ട ഒരു ഐറ്റത്തിന് നിങ്ങൾ എന്താണെങ്കിൽ ഹെലന് നിങ്ങൾ ഇത്രയും റീച്ച് കൊടുത്തല്ലോ, അത് വളരെ നല്ല കാര്യം. പല ചാനലിലും ഹെലൻ ഓഫ് സ്പാർട്ട എന്നുള്ള പേര് പോലും വായിക്കാറില്ല പാവങ്ങൾക്ക്. അത് വേറെ വിഷയം. കാരണം അവർ തന്നെ ശരിക്കും ഇതിൻ്റെ ജേർണലിസ്റ്റുകൾ തന്നെ ശരിക്കും അവർ സ്വയം ഒന്ന് പുച്ഛിച്ചിട്ടുണ്ടാവും. എന്തിനടാ ഈ കേസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പറയും, നമുക്ക് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ മുകളിലൊരു സാധനം പിടിച്ചാൽ പോലെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പാവങ്ങൾ. പക്ഷെ എന്ത് ചെയ്യാൻ, ജോലിയുടെ ഭാഗമാണ്. ഗ്ലാമറസ് ആയിട്ടുള്ള സാധനങ്ങൾ വരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ എന്താ പറയുക കുറച്ച് വ്യൂവർഷിപ്പുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കി നടക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ അടിച്ചു വിടണം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ന്യൂസുകളിൽ വന്ന ഐറ്റം. ഓടിച്ചിട്ട് പിടിച്ചു, എന്നിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഹെലൻ്റെ റിപ്ലൈ ഒന്ന് കാണാം. എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം, വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി.
സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെലൻ ഇനീഷ്യലി പറഞ്ഞ കാര്യങ്ങൾ. ഇതിനകത്ത് ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനി ആവർത്തിക്കാതിരിക്കുക. കാരണം ചെയ്യുന്ന കാര്യം ഞാൻ എഗെയിൻ പല വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ ഈ ഒരു കോണ്ടന്റ് ആയതുകൊണ്ട്, ഇങ്ങനെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എയർ പോവും. അല്ലെങ്കിൽ ഇതേപോലൊരു വിഷയം പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭീകരമായിട്ട് സർക്കുലേറ്റ് ചെയ്യാനും അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്യാനും ഒക്കെ ഇവിടുത്തെ മീഡിയ അടക്കമുള്ളവർ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സീനിന് നിന്നു കൊടുക്കരുത്. പിന്നെ പോലീസ് വണ്ടി വന്നു കഴിഞ്ഞാൽ ലൈറ്റ് കണ്ടാൽ മദ്യപിച്ച ആ ഒരു സംഗതി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വണ്ടി എടുത്ത് പോയതായിരിക്കണം ഡൂഡ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ വണ്ടിയുടെ ലൈറ്റിൽ ഇപ്പോൾ എത്രയോ സാഹചര്യങ്ങൾ ഇപ്പോൾ എല്ലാം വണ്ടി കൊടുന്ന് നിർത്തിയിട്ട് അതാരെങ്കിലും അവിടെ നിന്ന് വീഡിയോ എടുക്കുമോ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളെ എന്തെന്ന് ചോദിക്കാൻ പോലീസ്, ഇപ്പോൾ ഞാൻ ഈ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് വണ്ടിയിൽ ചില സമയങ്ങളിൽ പോലീസുകാർ അവിടെ കൊടുന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിക്കും. പല വീഡിയോസിലും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിഞ്ഞ് സംസാരിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോഴൊന്നും എൻ്റെ മനസ്സിലാണ് തോന്നൽ വന്നിട്ടില്ല എന്ത് പോലീസുകാർ എന്നോട് വണ്ടി നിർത്തി സംസാരിക്കുന്നത് കണ്ട് ഞാൻ നാട്ടുകാർ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളത്. നോ, അതല്ല. അതൊരാൾ വീഡിയോ എടുത്തിട്ടാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. കാരണം ഞാൻ വണ്ടി ഇവിടെ നിർത്തി സൈഡാക്കി പോലീസുകാർ എന്നോട് അന്വേഷിച്ചു അവിടെ തീർന്നു എന്നുള്ള സ്കീമിൽ ഞാൻ നിർത്തി വിടും. ഇത് മദ്യപിച്ചു എന്നുള്ളത് കൊണ്ട് പോലീസ് വന്നു കഴിഞ്ഞാൽ പിടിക്കും എന്നുള്ള പേടിക്ക് വണ്ടി എടുത്ത് പോയത് തന്നെ ആയിരിക്കണം. വാട്ടെവർ എന്താണെങ്കിലും ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. അത് ചെയ്യണം. കാരണം എന്താ പറയുക, മദ്യപാനം തന്നെ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മദ്യപിക്കാൻ പാടില്ല, നമ്പർ 1. ഇനി മദ്യപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ എ പേഴ്സൺ അവർക്ക് മദ്യപിക്കുക വേണ്ടതെന്നുള്ളത്. പാടില്ല എന്ന് നമുക്ക് പറയാനേ പറ്റൂ. മദ്യപിക്കാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റേതായ ബെനിഫിറ്റ് നമുക്കുണ്ടാവും. ഓക്കെ, മദ്യപാനം, പുകവലി, മറ്റേ ലഹരി ഉപയോഗമൊക്കെ ഇല്ലാതെ നമ്മൾ ക്ലീനായിട്ട് പോയാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്ത് പോകുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കുക. കാരണം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് സാധനം ഇതേപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെന്തായി? ഇപ്പോൾ കാറിനകത്ത് MDMA ഉണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. കാർ എങ്ങോട്ട് ഏത് സ്പീഡിൽ ഓടിച്ചു, ഈ കാറിനകത്ത് ആളുണ്ടായിരുന്നു, ഇങ്ങനെ പല ചോദ്യങ്ങളും ഇനി ഉണ്ടാവും. ഇനി ഇങ്ങോട്ട് ഇതന്നെയായിരിക്കും ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അതൊക്കെ ഫേസ് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താ? മദ്യപിച്ചാൽ വണ്ടി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മദ്യപിക്കാതിരിക്കുക. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ട് അതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, ഇനി അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും. കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവും എന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം. കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, ബിയർ സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ആ പോലീസുകാരോടാണ് കേട്ടോ. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കാം. ഓക്കെ, വണ്ടിയുടെ പിന്നാലെ പോയി ആ വണ്ടി നിർത്തിച്ച് അവരോട് മദ്യപിച്ചു എന്ന് വളരെ മാന്യമായി ചോദിച്ച്, അല്ലെങ്കിൽ അവർ മദ്യപിച്ചു എന്ന് അറിയുമ്പോഴത്തേക്ക് അവിടുന്ന് പെറ്റി എഴുതി കൊടുത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്ത് നാളുകളിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു പോയ ആ പോലീസുകാരന് അയാൾക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം അയാൾക്ക് വേണമെങ്കിൽ ഇത് സീനാക്കാം. വണ്ടി എടുക്കുക, സ്റ്റേഷനിലേക്ക് വാ, സ്റ്റേഷനിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക, അങ്ങനെ പല സീനുകളും അവർക്ക് ഉണ്ടാക്കായിരുന്നു. അവരതിന് പകരം വളരെ മാന്യമായിട്ട് ആ വ്യക്തി മദ്യപിച്ചത് അവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് അയാൾക്ക് അവിടുന്ന് തന്നെ കേസും കാര്യങ്ങളൊക്കെ ഫൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പെറ്റി അടിച്ചു കൊടുത്ത് വളരെ മാതൃകാപരമായിട്ട് അവർ ആ കാര്യങ്ങൾ ഡീൽ ചെയ്തു. അങ്ങനെയാണ് പോലീസുകാർ.
ആൻഡ് ആ പോലീസുകാരൻ പറഞ്ഞതൊക്കെ ഇനി ഡൂഡ് എന്ത് ചെയ്യുക, ആലോചിച്ച് മനസ്സിൽ വയ്ക്കുക. വെറുതെ ഇനി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തൊരു അലമ്പ് ഉണ്ടാവരുത്. ഇതിപ്പോൾ അതെന്തായി, ഇതുകൊണ്ട് ഇപ്പോൾ എന്തായി, ഇന്ന് പോയിട്ട് ലഹരി ടെസ്റ്റ് നടത്തേണ്ട അവസ്ഥയായി. മദ്യമല്ല, പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്നും എഴുതിയിട്ടോ, ഞാൻ വെക്കാം ഇവിടെ. ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. അതുകൊണ്ട് ഡ്രഗ് ടെസ്റ്റ് ചെയ്തു. കാരണം എന്താ പറയുക, ഇത് ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തൊരവസ്ഥയല്ലേ ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് നാട്ടുകാരെ മുന്നിൽ ബോധിപ്പിക്കേണ്ട അവസ്ഥ. കാരണം കമന്റ് ബോക്സിൽ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, അവള് മദ്യത്തിലായിരിക്കില്ല, അത് മറ്റേതായിരിക്കും, മദ്യത്തിന്റെ കൂടെ മറ്റേതടിച്ചോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഹെലനൊക്കെ എന്നെ പോലെ ഇതേപോലെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പടം ഉണ്ടല്ലോ, കുറേ ആൾക്കാർ അവരൊക്കെ ചാടിക്കളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പലരുടെയും പോസ്റ്റുകളിലൊക്കെ ഇതേപോലെ കിടന്നിട്ട് അത് മാത്രമല്ല ഇതും ടെസ്റ്റ് ചെയ്യണം. ചിലരൊക്കെ ചില കമൻസിനൊക്കെ ലൈക്ക് അടിച്ചിട്ട് അങ്ങോട്ട് പോവാൻ, ലൈക്ക് മാത്രമല്ല, ഒരു ലൈക്ക് അടിക്കാൻ പറ്റുകൊണ്ട് അടിച്ചു പോകണം, അല്ലെങ്കിൽ ഒരു 10,000 ലൈക്ക് അടിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്കെതിരെ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ഒരു ലൈക്കല്ലേ യൂട്യൂബിൽ അടിക്കാൻ പറ്റും, അതുപോലെ 10,000 ലൈക്ക് അടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് നടക്കുന്ന കുറേ നമ്മുടെ ശത്രുക്കൾ, വിരോധികളൊക്കെ കുറേ ആൾക്കാരൊക്കെ, അതുപോലെ തന്നെ ഹെലനെതിരെയുള്ള കുറേ ടീംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അതങ്ങോട്ട് തീർന്നു കിട്ടിയല്ലോ. കാരണം ഉറപ്പാണ്, ഹെലന് ഉറപ്പാണ്. കാരണം ഈ മദ്യപാനം എന്നുള്ള സ്കീമിൽ നിന്ന് മാറി ഇത് നാളെ ലഹരി ആരോപണം വരെ എത്തും. അടുത്ത വീഡിയോ ചെയ്യുന്ന ഹെലനോട് ദേഷ്യമുള്ള ഒരാൾ ചിലപ്പോൾ അത് പറഞ്ഞുണ്ടാക്കും, വണ്ടിക്കകത്ത് ലഹരി ഉള്ളത് കൊണ്ടാണോ ഇനി അവൾ ലഹരി പോട്ടെ, ഇനി സ്വർണ്ണക്കടത്ത് വരെ ചിലപ്പോൾ പറഞ്ഞാളെ, വണ്ടിക്കകത്ത് എന്തോ ഉണ്ടായിട്ടാണ് അവൾ പോലീസ് കാണുന്നതിന് മുമ്പ് ഓടിച്ചു പോയി വീടിന് മുന്നിൽ നിർത്തി അത് വീട്ടിൽ ഇറക്കി വെച്ചു, എന്നിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറയും. എന്താ പല ആരോപണങ്ങളിൽ ഒന്നാണ് ലഹരി. അതങ്ങോട്ട് മാറിക്കിട്ടി, അത് ടെസ്റ്റ് ചെയ്തു. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എന്റെ പേര് മര്യാദക്ക് പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എന്റേത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പറോ എന്റെ ഫാമിലിയുള്ള ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും, നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ കാർ എടുത്തോണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടുമില്ല. ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എന്റെ ന്യൂസ്, അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോട് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ്, വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എന്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. എന്തെന്നെ ആവട്ടെ, ഞാനിപ്പം സ്റ്റേഷനിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർമലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യോ? ഇല്ല. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഓക്കെ, ഈ ആരാണ് എന്താണെന്ന് വൃത്തിയായിട്ട് അറിയാന്നുള്ളതോട് പറഞ്ഞത് ഞാനിപ്പോൾ ഈ പറഞ്ഞ മറ്റേ സാധനമാണ്. അതായത് പോലീസുകാർക്കെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരുടെ ഇടയിൽ തന്നെ ആ ഒരു സംഗതി അവർ ചെയ്യാതിരിക്കില്ലല്ലോ, അതവർ ചെയ്യും. അപ്പം അങ്ങനെ പണിഞ്ഞതാണ്, അത് പോട്ടെ. അതിപ്പോൾ ഈ പറഞ്ഞ തെറ്റ് ചെയ്തതിന് അവരെടുത്തിട്ട് ന്യൂസിന് കൊടുക്കുന്നു, ന്യൂസുകാരത് ആ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മളാണെങ്കിലും അതേ പാറ്റേണാണ് ഫോളോ ചെയ്യാറ്. അതായത് FIR വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. നാളെ ചോദ്യം വന്നാലും, നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഹെലൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനു വീഡിയോ ചെയ്തു, FIR ഉള്ളതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, FIR എഴുതിയത് ഞങ്ങൾ പറഞ്ഞു, അതിന് നിങ്ങളെ ഫോട്ടോ വെച്ചു, ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, വേറൊന്നും അതിന് പറയാനില്ല. അപ്പോൾ അതൊക്കെ അതൊരു വേറൊരു കൈൻഡ് ഓഫ് സാധനമാണത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മീഡിയക്കാർ കാണിച്ച ശുഷ്കാന്തി, അതും ഹെലൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് ഇവർ കാണിച്ച ശുഷ്കാന്തി, ഇന്ന് തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ്റെ മറ്റേ ഭൂട്ടാൻ വണ്ടി വിഷയത്തിൽ കുറച്ച് വണ്ടികൾ ഇപ്പോഴും ദുൽഖർ സൽമാൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതായിരുന്നു ആ ന്യൂസ്. ഓക്കെ, ഞാൻ എവിടെയും ദുൽഖർ സൽമാൻ്റെ ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള കുറേ തംബ്നെയിലുകളും അതിഭീകരമായ, ഇത് ഭയങ്കര വിഷയമല്ലേ, ഇൻ്റർനാഷണൽ വാഹനക്കടത്ത് ഹവാല പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇപ്പോൾ സംശയകരമായിട്ട് ഇതിനു മുമ്പും ദുൽഖറിൻ്റെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഇന്ന് ദുൽഖറിനൊന്നും ഇല്ല, ദുൽഖറൊന്നും സീനിലില്ല.
മനസ്സിലായോ? ദുൽഖറൊക്കെ സൈഡ്. ഇന്ന് മെയിൻ ഹെലൻ ഓഫ് സ്പാർട്ട. ഈ വീഡിയോൻ്റെ ടൈറ്റിൽ അങ്ങനെ ഇടാം, മെയിൻ ഹെലൻ ഓഫ് സ്പാർട്ട, ദുൽഖർ സൈഡ്. അത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഇതേപോലത്തെ ഒരു കേസ് ഓടിച്ചാൽ കിട്ടുന്നതിൻ്റെ അത്ര വാല്യൂ ദുൽഖർ സൽമാൻ ഇല്ല എന്നുള്ളത് ന്യൂസുകാരനെ അങ്ങോട്ട് ഉറപ്പിച്ച് ദുൽഖർ സൽമാനെ തേച്ച് കളഞ്ഞ് ദുൽഖറിനെ ഇല്ലാതാക്കിയവർ. അയ്യോ, മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും ഹെലൻ ഓഫ് സ്പാർട്ടയുടെ തല വെച്ചിട്ട് വീഡിയോ ചെയ്ത നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. FIR ഇട്ടതാണത്. നിങ്ങൾ FIRന്റെ കോപ്പിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇട്ടിട്ടുണ്ട്. ഹെലൻ ഓഫ് സ്പാർട്ട വ്ളോഗർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്നൊന്നും പറഞ്ഞ കളയല്ലേ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ എന്തായിരുന്നു അതിന്റെ പേര്, FIR. ഞാൻ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എന്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എന്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാൻ ഓൾറെഡി എന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ്, ആ സൈറ്റിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെലൻ ഓഫ് സ്പാർട്ട അടക്കം 16ഓളം പെൺകുട്ടികളടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആള് കാണുള്ളൂ. ദിസ് ഈസ് വൺ സീരിയസ് ക്വസ്റ്റ്യൻ ടു ദ മീഡിയ ഹിയർ. ബിക്കോസ് ഹെലൻ്റെ ഈ വിഷയം ഞാനും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വീഡിയോ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവൻ ടെലിഗ്രാം വിഷയമൊക്കെ പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഞാൻ ഓൾറെഡി ഇവിടെ അഡ്രസ്സ് ചെയ്താണ് 2-3 പ്രാവശ്യം. ഭയങ്കര സീരിയസ് കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത്. എന്തിന് ഈ ന്യൂസ് ചാനലിൽ ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന സ്ത്രീകളുടെ അടക്കം മുഖവും ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്തിട്ട് അവന്മാരുണ്ടാക്കുന്ന സൈറ്റുകളാണ് ഈ ഹെലൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്ത ഒരാളുടെ അത്രയും ഗ്രാവിറ്റിയിൽ കേസ് കൊടുത്ത് അന്നും FIR ഇട്ട് ഇതിലൊരു അന്വേഷണവും നടക്കാതെ ഹെലനൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടന്ന സമയങ്ങളുണ്ട്. അന്നൊന്നും മീഡിയക്കാർക്ക് ഈ പറഞ്ഞ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അന്നൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലെ അവർക്ക് അടിച്ചിറക്കാനോ അല്ലെങ്കിൽ അത് ന്യൂസ് വാല്യൂ കൊണ്ടുവന്ന് അതിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒന്നും എവിടെയും ആരും കാണിച്ചിട്ടില്ല. ഓക്കെ, ഇത് മദ്യപിച്ച് വണ്ടി ഓടിച്ചു. ഇറ്റ്സ് എ ക്രൈം, ഇറ്റ്സ് എൻ ഒഫൻസ്, ഗുരുതരമായിട്ടുള്ള ഒഫൻസാണ്. കാരണം വണ്ടി തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി ഭയങ്കര കൂടുതലാണ്. സോ അത് ചെറിയ കാര്യമല്ല, അതിന് ചെയ്യാനും പാടില്ല. ചെയ്തത് വലിയ തെറ്റാണ്. അങ്ങനെയുള്ള ഈ ഒരു തെറ്റ് നിങ്ങൾ ഇത്രയും എന്താ പറയുക ഭയങ്കര ഭീകരമായിട്ട്, അതായത് നാട്ടിൽ ആരും ഈ തെറ്റ് ചെയ്യാത്തവരെ പോലെ ഈ തെറ്റിനെ വീണ്ടും ഹെലൻ്റെ ഒരു ഗ്ലാമർ സാധനം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ ചെയ്തോ, കാരണം തെറ്റുള്ളത് നിങ്ങൾ കൊടുത്തോ, ഒരു വിഷയവുമില്ല. പക്ഷേ അപ്പുറത്ത് ആ കുട്ടി അഡ്രസ്സ് ചെയ്തൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ഇതൊരുമാതിരി ന്യൂസ് ചാനലുകളും സോഷ്യൽ മീഡിയയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ച പോലെയാണ്. എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങളുടെ മുകളിലല്ല ഞങ്ങളെ നിങ്ങളെ കൊണ്ട് ജീവിച്ചു പോകണതോ അല്ലെങ്കിൽ നിങ്ങളെ ന്യൂസിൻ്റെ മുകളിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ആളുകൾ മാത്രമാണ്. മനസ്സിലായോ? നിങ്ങളാണ് പവർഫുൾ. നമ്മളെ വിട്ടേക്ക്. ഓക്കെ.